പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാറ്റഗറി 1, 2, 3 വിഭാഗത്തിലെ സൈക്കോളജിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് അറിവിന്റെ ദാതാവ്. അറിവിന്റെ ദാതാവാണ്. അതെന്താന്ന് നോക്കാം. അധ്യാപകൻ പഠിതാവിന് ആവശ്യമായ കൈത്താങ്ങ് നൽകുകയാണ് വേണ്ടത്. ഇത് സ്കഫോൾഡിംഗ് എന്നറിയപ്പെടുന്നു. ടീച്ചർ സുഹൃത്തും സഹായിയും വഴികാട്ടിയുമായി പ്രവർത്തിക്കണം. അതായത് ഒരു ഫെസിലിറ്റേറ്ററായി പ്രവർത്തിക്കണമെന്നാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദികൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അടുത്തത്, പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേസ് സ്റ്റഡി. ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി 3 ഓപ്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച്. ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരിടുന്ന അക്കാദമിക് പ്രശ്നങ്ങളും ഭരണ നിർവഹണപരമായ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് അവർ തന്നെ ഏറ്റെടുത്ത് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി നടത്തുന്ന ലഘു ഗവേഷണ പ്രവർത്തനങ്ങളാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരിടുന്ന അക്കാദമിക് പ്രശ്നങ്ങളും ഭരണ നിർവഹണപരമായ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് അവർ തന്നെ ഏറ്റെടുത്ത് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി നടത്തുന്ന ലഘു ഗവേഷണ പ്രവർത്തനങ്ങളാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ്. അടുത്തത് ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ. ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസികാവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് സ്വന്തം നിലയിൽ വിശകലന വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മനിഷ്ഠ രീതി എന്ന് പറഞ്ഞാൽ, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ സ്വന്തം മാനസികാവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് സ്വന്തം നിലയിൽ വിശകലന വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ആത്മനിഷ്ഠ രീതിയുടെ 2 പ്രമുഖ വക്താക്കളാണ് വില്യം വൂണ്ടും എഡ്വേർഡ് റിച്നറും. ഈ രീതി ആദ്യമായി ഉപയോഗിച്ചത് വില്യം വൂണ്ട് ആണെങ്കിലും ഇതിനെ കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് എഡ്വേർഡ് റിച്നറാണ്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. പരീക്ഷണ രീതിക്ക് പ്രചാരം കൊടുത്തത് വില്യം വൂണ്ട് തന്നെയാണ്. പരീക്ഷണ രീതിക്ക് പ്രചാരണം കൊടുത്തത്. അപ്പോൾ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചതും പരീക്ഷണ രീതിക്ക് പ്രചാരണം കൊടുത്തതും വില്യം വൂണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹം പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. അപ്പൊ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? വില്യം വൂണ്ടാണ്. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൈത്താങ്. നമ്മൾ പഠിച്ചതാണ് സ്കഫോൾഡ് എന്ന് പറയുന്നത്, കൈത്താങ്. അടുത്തത്, പ്രതിക്രിയാധ്യാപനം അതായത് റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപവൽക്കരിച്ചിട്ടുള്ളത്? പ്രതിക്രിയാധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപവൽക്കരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കിയുടെയാണ്. എന്താണ്? വായന പരിശീലനത്തിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് പ്രതിക്രിയാധ്യാപനം. ചോദ്യം ചോദിക്കൽ, വിശദീകരിക്കൽ, സംഗ്രഹിക്കൽ, പ്രവചിക്കൽ എന്നിവ പ്രതിക്രിയാധ്യാപനത്തിലെ 4 ഘട്ടങ്ങളാണ്.
അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷതയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആശയ രൂപവൽക്കരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ആശയ രൂപവൽക്കരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ബിംബന ഘട്ടം. ജെറോം എസ് ബ്രൂണർ മുന്നോട്ട് വെച്ച ആശയ രൂപവൽക്കരണ പ്രക്രിയയിലെ 3 ഘട്ടങ്ങളാണ് പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നിവ. അപ്പോൾ ബ്രൂണർ ആണ് ആശയ രൂപവൽക്കരണ പ്രക്രിയയുടെ വക്താവ്. ഇതിൽ 3 ഘട്ടങ്ങളാണുള്ളത്: പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം. പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിട്ടുള്ള പഠനമാണ് പ്രവർത്തനഘട്ടത്തിൽ നടക്കുന്നത്. അപ്പം പ്രവർത്തിക്കുക, പ്രവർത്തനം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് പ്രവർത്തനഘട്ടത്തിൽ നടക്കുന്നത്. പ്രവർത്തനങ്ങളെക്കാൾ ഉപരി അനുഭവങ്ങളെയും സംഭവങ്ങളെയും വസ്തുക്കളെയും ബിംബങ്ങളുടെ രൂപത്തിൽ മനസ്സിലാക്കി സൂക്ഷിക്കുകയാണ് ബിംബനഘട്ടത്തിൽ ചെയ്യുന്നത്. അപ്പം പ്രവർത്തനങ്ങളെക്കാൾ ഉപരി ഓരോ അനുഭവങ്ങളെയും സംഭവങ്ങളെയും വസ്തുക്കളെയൊക്കെ കോൺക്രീറ്റ് ആയിട്ട്, അതായത് ബിംബങ്ങളുടെ രൂപത്തിൽ മനസ്സിലാക്കി സൂക്ഷിക്കുകയാണ് ബിംബനഘട്ടത്തിലെ. അമൂർത്ത ആശയങ്ങൾ രൂപവൽക്കരിക്കുന്നതും പ്രതീകങ്ങൾ, ചിഹ്നങ്ങൾ, ഭാഷ തുടങ്ങിയവ ഉപയോഗിക്കുന്നതുമായ ആശയ രൂപവൽക്കരണത്തിന്റെ ഉയർന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രക്രിയാധിഷ്ഠിതം, പ്രോസസ് ഓറിയന്റഡ് സ്കൂൾ പാഠ്യപദ്ധതിയാണ് നിലവിലുള്ളത്. അടുത്തത്, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 9.8. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ IQ കാണാനുള്ള ഇക്വേഷൻ MA/CA × 100. MA/CA × 100. ഇതാണ് IQ കാണാനുള്ള ഇക്വേഷൻ. ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് കാണാനുള്ള ഇക്വേഷൻ. MA എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജ്, മാനസിക വയസ്സ്. CA എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ്, കാലിക വയസ്സ്. ഇതാണ് IQ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ക്രോണോളജിക്കൽ ഏജ്, അതായത് CA തന്നിട്ടുണ്ട്, എത്രയാണ്? 10. പിന്നെ IQ തന്നിട്ടുണ്ട് 98. നമുക്ക് കാണാൻ പറഞ്ഞേക്കണം എന്താണ്? MA ആണ്, മെൻ്റൽ ഏജ് ആണ് കാണാൻ പറഞ്ഞേക്കണേ. അപ്പോൾ ഇതനുസരിച്ചിട്ട്, ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്കിത് ഡിറൈവ് ചെയ്യുമ്പോൾ 98 = മാനസിക വയസ്സ്, അല്ലെങ്കിൽ MA/10. CA ഏതാണ്? 10 × 100. അതായത് 98 ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 98 × 10 = MA × 100. അപ്പോൾ അതിൽ നിന്നും MA കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? MA = 98 × 10 / 100. ദാറ്റ് ഈസ് 9.8. ഇതാണ് ആൻസർ. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടിയത്. ഓക്കെ. അടുത്തത്, സങ്കലിത വിദ്യാഭ്യാസം, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്.
സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? അപ്പോൾ സങ്കലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. ഈ സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, പൊതുവിദ്യാലയങ്ങളിലെ. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാഹ്യ അഭിപ്രേരണ. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ. എന്താണ്? മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. 2 വിധത്തിലുള്ള മോട്ടിവേഷനാണ് ഉള്ളത്. ഒന്ന് ബാഹ്യ അഭിപ്രേരണ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകാരങ്ങളാലോ പ്രേരിതമാകുമ്പോൾ അതിനെ ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നു. അടുത്തതാണ് ആന്തരിക അഭിപ്രേരണ, ഇന്റേണൽ മോട്ടിവേഷൻ. ബാഹ്യമായ പ്രോത്സാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സ്വയം ഉള്ളിൽ നിന്ന് തന്നെ പ്രചോദിതമായി പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ആന്തരിക അഭിപ്രേരണ മൂലമാണ്. അപ്പോൾ ഈ 2 അഭിപ്രേരണകളാണ്. ഒന്ന് ബാഹ്യ അഭിപ്രേരണ, മറ്റൊന്ന് ആന്തരിക അഭിപ്രേരണ. ഇതോടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസും തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.